ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കർശന ഉപാധികളുടെ മുൻകൂർ ജാമ്യം. ഗർഭഛിദ്രത്തിന് അതിജീവിതയുടെ അനുമതി നേടിയത് ദുസ്വാധീനത്തിലൂടെയാണോ എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കോടതി. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണമെന്നും ഉപാധിയുണ്ട്. എല്ലാ 2 ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവുകയും വേണം. ന്യൂസ് ഡെസ്കിൽ നിന്ന് സായികുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. കർശന ഉപാധികളാണ് സായി. അതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ഒരു കേസിന്റെ അന്വേഷണ പുരോഗതിയിൽ പോലീസ് സ്വാഭാവികമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ പോലും കോടതിക്ക് നിർദ്ദേശിക്കേണ്ടിയും വരുന്നു. ോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഗർഭചിത്രത്തിനായി അതിജീവിത അനുമതി നൽകിയെന്നാണ് വാട്സപ്പ് ചാറ്റിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം അതിജീവിതയുടെ അനുമതിയില്ലെങ്കിൽ മാത്രമേ നിർബന്ധിത ഗർഭചിത്രം എന്ന കുറ്റം നിലനിൽക്കൂ എന്നുകൂടി കോടതി പറയുന്നുണ്ട്. അത് ഈ ഗർഭചിത്രം നടത്തിയത്, അതിന് അനുമതി നേടിയത് ദുസ്വാധീനത്തിലൂടെയാണോ എന്ന് തെളിയിക്കപ്പെടണം എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിൻ്റെ വിചാരണ സമയത്തും ഇത് വാർത്ത പുറത്തു വന്ന സമയത്തുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഭീഷണി സന്ദേശമടക്കം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത് ദുസ്വാധീനത്തിലൂടെയാണോ ഈ ഗർഭചിത്രം നടത്തിയത് എന്ന് ഇക്കാര്യത്തിൽ തെളിയിക്കപ്പെടണം. അത് വിചാരണ വേളയിലാണ് അതിൽ വ്യക്തത വരേണ്ടത് എന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിലാണ് ഈ ഒരു സുപ്രധാന നിരീക്ഷണമുള്ളത്. മറ്റൊന്ന്, കർശനമായിട്ടുള്ള ഉപാധികളുണ്ട്. 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അതോടൊപ്പം ലൈംഗിക പരിശോധനയ്ക്ക് വിധേയനാകണം, മൊബൈൽ ഫോൺ ഹാജരാക്കണം എന്നതടക്കം മറ്റു കേസുകളിലൊന്നും കാണാത്ത തരത്തിലുള്ള ശക്തമായ ഉപാധികൾ കൂടി വെച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ എന്തായാലും മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ചിട്ടുള്ളത്. ശരി, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.